നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒട്ടനവധി വിദ്യാർത്ഥികളുടെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു ആർമി ജോബ് എന്നുള്ളത്. ആർമിയുടെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുക, അതിലൂടെ അവരുടെ പാഷനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർക്ക് വലിയൊരു അക്കാഡമിക്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ വലിയൊരു ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ അക്കാഡമിക്കലി പഠനവുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിലേക്ക് വലിയ പ്ലാനൊന്നുമില്ല. ഒരു 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് യോഗ്യത വെച്ച് നമുക്കൊരു ആർമിയിലേക്ക് ഒരു എൻട്രി കിട്ടണം എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു മികച്ച അവസരമാണ് അഗ്നിപഥ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന അഗ്നിവീർ എന്ന് പറയുന്ന ഒരു ആർമിയുടെ പ്രോജക്റ്റ്. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ്റെ സമയമാണ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഏപ്രിൽ 10ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വലിയ സമയമുണ്ട്. 10 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കരസേനയിലാണ്, അതായത് ആർമിയിലാണ്, അഗ്നിവീർ പൊസിഷനുകളിലേക്കാണ്. അതിലേതൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ, ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും 8ാം ക്ലാസ് ക്വാളിഫിക്കേഷനും ഉള്ള ഓപ്പർച്യൂണിറ്റികളാണ്. അതായത് 8ാം ക്ലാസ് ജയിച്ച ഒരു വിദ്യാർത്ഥിക്കോ 10ാം ക്ലാസ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നോട്ടിഫിക്കേഷൻ, അതായത് വെബ്സൈറ്റ് ലിങ്ക്, നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക്, ആർമിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കണ്ട് അത് ക്ലിക്ക് ചെയ്ത് അത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ 10 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ അവസരത്തിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഗ്നിവീർ പ്രോജക്റ്റാണ് 8ാം ക്ലാസ്സോ പാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ്. അതുകൊണ്ട് ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല, എന്നാൽ ഒരു ആർമിയിൽ ഒരു എൻട്രി വേണം, ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് ഏറ്റവും ഉചിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അവിവാഹിതരായ ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് ആണ് ഇപ്പോൾ ഈ അവസരം വന്നേക്കുന്നത്, അതായത് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾ. ഇത് 4 വർഷത്തേക്കായിരിക്കും ഇവരുടെ നിയമനം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു പല ജോലികളിലുമൊക്കെ നമുക്ക് റിലാക്സേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾക്ക് ഒരു മുൻഗണന ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഗുണം. പലരും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നത് 4 വർഷം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കാരണം ഇതൊരു ജോലിയാണ് എന്നോർത്ത് ഇതിൽ പ്രവേശനം നേടുന്നു, അതിനുശേഷം എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം 4 വർഷം ഈ ആർമി ജോബ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥാപനങ്ങളിൽ, ബാങ്കുകളിലാണെങ്കിലും അത്തരത്തിലുള്ള മറ്റു പല സ്ഥാപനങ്ങളിലുമൊക്കെ ഒരു എൻട്രിക്ക് അവസരം, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമായി നിങ്ങൾക്ക് ഒരു നാട്ടിൽ ഒരു ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യത ഇതിലൂടെയുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 വർഷത്തേക്കാണ് നിങ്ങളെ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. ഓൺലൈനായിട്ടുള്ള ഒരു പരീക്ഷ ആദ്യം നടക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് ജൂണിലായിരിക്കും ആ പരീക്ഷ ഉള്ളത്. പിന്നെ അതിനെ തുടർന്ന് റാലി ഉണ്ടാവും. അത് റാലികളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ റാലിയിൽ പങ്കെടുക്കണം. അതിനുശേഷം അതിനകത്ത് നിങ്ങൾക്ക് കായിക ക്ഷമത പരീക്ഷണം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ ഉണ്ടാവും. നിങ്ങളുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയും, നമ്മളുടെ ഫിസിക്കലി നമ്മൾ നല്ല കേപ്പബിൾ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ വെബ്സൈറ്റിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ ഒഫീഷ്യൽ പേര് കൊടുക്കുക, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ്, നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്ന കുറേയധികം ഡീറ്റെയിൽസ് കാണും. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉണ്ടാക്കി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളുണ്ട്. അതിൻ്റെ കീഴിലായിരിക്കും ഇപ്പോൾ ഈ സെലക്ഷൻ നടക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ബാക്കിയുള്ള ഡേറ്റുകൾ, എക്സാക്റ്റ് റാലിയുടെ ഡേറ്റ്, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ അതിലൂടെ നേരിട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്വാളിഫിക്കേഷൻ, ഞാൻ തുടക്കത്തിൽ തന്നെ ഓരോ ക്വാളിഫിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോ റാങ്കുകൾ, അല്ലെങ്കിൽ ഓരോ പൊസിഷനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ പൊസിഷനുകളിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ, ട്രേഡ്മാൻ, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള അതിനെല്ലാം ഓരോ തസ്തിക, അല്ലെങ്കിൽ ഓരോ പൊസിഷൻ, ഡെസിഗ്നേഷൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈ ഓരോ ഡെസിഗ്നേഷനിലേക്കും എത്ര വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ വിഭാഗങ്ങളിലും ഏജ് സെയിം തന്നെയാണ്. 17.5 വയസ്സാണ് ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ഏജ്. അതായത് 17 വയസ്സും 6 മാസവും കംപ്ലീറ്റ് ആയിരിക്കണം. 21 വയസ്സ് ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 17.5 മുതൽ 21 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും 2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഫോമുകൾ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. അതായത് 2 പൊസിഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 പൊസിഷനുകളുടെയും ഫോം സെപ്പറേറ്റ് ആയിട്ട് പൂരിപ്പിച്ച് 2
എക്സാമിനും അപ്പിയർ ചെയ്യണം. അപ്പം ഒന്നിൽ കൂടുതൽ ഡെസിഗ്നേഷനുകൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ, അത് 2 എണ്ണം വരെ അപ്ലൈ ചെയ്യാം. ആ 2 എണ്ണത്തിന് അപ്ലൈ ചെയ്താൽ 2 എണ്ണത്തിനും 2 ഫോം കൊടുക്കണം. അതുപോലെ 2 എണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റുകൾക്ക് ഹാജരാകണം. ഇതിലൂടെയുള്ള ഗുണം സ്വാഭാവികമായിട്ടും ഒന്നിൽ ലഭിച്ചില്ലെങ്കിലും മറ്റൊന്നിൽ നിങ്ങൾക്ക് ഒരു അവസരം ഒരുപക്ഷെ ലഭിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും 10, 12 എക്സാം, അതായത് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും എക്സാമിൻ്റെ ഫലം വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. ബാക്കി യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയും 4 വർഷത്തെ ആനുകൂല്യം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30,000, 33,000, 36,500, 40,000 ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ശമ്പള സ്കെയിൽ 4 വർഷത്തേക്ക് വരിക. 1-ാം വർഷം 30,000, 2-ാം വർഷം 33,000, 3-ാം വർഷം 36,500, 4-ാം വർഷം 40,000. ഇതായിരിക്കും നിങ്ങളുടെ ശമ്പള സ്കെയിൽ. അപ്പോൾ നിങ്ങൾ റിലീവ് ആകുന്ന സമയത്ത് ഏതാണ്ട് 40,000 രൂപ ശമ്പള സ്കെയിലിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് റിസ്ക് അലവൻസ് വേറെ ഉണ്ടാവും, യൂണിഫോം അലവൻസ് ഉണ്ടാവും, ട്രാവൽ അലവൻസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ 30% സേവാനിധി ഫണ്ടിലേക്കാണ്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരും ഇതിൻ്റെ ഈക്വൽ തുക അടയ്ക്കും. അതായത് 5 ലക്ഷം രൂപ അടയ്ക്കും. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പലിശ കൂടാതെ, അതായത് നിങ്ങൾ അടച്ച എമൗണ്ട് മാത്രവും സർക്കാർ ഇട്ട എമൗണ്ടും കൂടെ ഏതാണ്ട് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നികുതി ഇല്ലാതെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം പറ്റുന്നത് കൂടാതെ 4-ാം വർഷം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപ, അത് പലിശ ഇല്ലാത്ത എമൗണ്ടാണ്, പലിശ കൂടെ വരുമ്പം അതും കൂടെ വരും, ഏതാണ്ട് 12 ലക്ഷം രൂപ എന്ന് വേണേൽ കണക്ക് കൂട്ടാം. അതൊരു അപ്രോക്സിമേറ്റ് ആണ്. ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളൊരു തുക നിങ്ങൾക്ക് 4-ാം വർഷം ഇറങ്ങുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്നുമില്ലാതെ വെറും കൈയോടെ ഒന്നും അല്ല ഇറങ്ങുക. നിങ്ങളുടെ ശമ്പളം കൂടാതെ ഏതാണ്ട് 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഒരു സേവിങ്സ് മണിയായിട്ട് അതും കൂടെ കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാം. അതുകൂടാതെ 4 വർഷം ആർമിയിൽ ജോലി ചെയ്തതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അങ്ങനെയുള്ള ഒരാളിനെ എന്തുകൊണ്ടും പ്രിഫർ ചെയ്യും. മറ്റൊരു കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളെ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഭാവിയിലെ ഒരു സെക്യൂർ കരിയറിലേക്കും കൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഒരു നല്ല സേവിങ്സോട് കൂടി നിങ്ങൾക്കൊരു 24-25 വയസ്സിൽ തന്നെ ഒരു 10 ലക്ഷം രൂപ സേവിങ്സോട് കൂടി ആർമിയിലെ ഒരു 4 വർഷത്തെ ത്യാഗോജ്വലമായ ഒരു സേവനത്തോടു കൂടി മറ്റ് സ്ഥാപനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങി വരിക. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ആർമി ജോബ് താല്പര്യമുള്ളവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് എന്ന് ഞാൻ പറയും. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സമയം ഒട്ടും തന്നെ കളയാനില്ല. കാരണം ഏപ്രിൽ 10 വരെയാണ് ആപ്ലിക്കേഷൻ്റെ സമയം ഉള്ളത്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതെനിക്കും ഒരു ഉപകാരമായിരിക്കും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.